everyone. അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ മിഡ് ടേം എക്സാമിന് ബയോളജിയിൽ ഷുവർ ആയിട്ടും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇതാ ഇവിടെ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? യെസ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോണോപ്ലാസ്റ്റ് ഇസ് എ യുണീക് മെംബ്രെയിൻ. നെയിം ദ സെൽ ഓർഗനൽ ഹാവിംഗ് ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സവിശേഷ സ്ഥലമാണ്. ഇത് കാണപ്പെടുന്ന കോശാംഗമാണ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കോശാംഗത്തിലാണ് നമുക്ക് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നത്? ഏതാണ്? നമ്മുടെ വാക്യൂൾ അല്ലേ? വാക്യൂളിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ ആണ് ഏത്? ടോണോപ്ലാസ്റ്റ്. വാക്യൂൾ അല്ലെങ്കിൽ ഫേനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലൈസോസോം ഇസ് എ സെൽ ഓർഗനൽ വിച്ച് പ്രൊഡ്യൂസസ് strong enzymes. In which way is this helpful to animal cells? എന്താണ്? ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. ഇത് ജന്തുകോശങ്ങൾക്ക് ഏത് വിധത്തിൽ പ്രയോജനപ്പെടുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് ലൈസോസോം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് എന്താണുള്ളത്? നമ്മൾ ലൈസോസോം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ദഹനരസങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എൻസൈമുകൾ ഉണ്ടായിരിക്കും അല്ലെ? എൻസൈംസ് അഥവാ നമ്മൾ പറയുന്ന ശക്തിയേറിയ ദഹനരസങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ ദഹനരസങ്ങൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ കോശത്തിലേക്ക് പുറമേ നിന്നും പ്രവേശിക്കുന്ന അന്യവസ്തുക്കൾ അല്ലെ? ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ അന്യവസ്തുക്കൾ അല്ലെ? ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അന്യവസ്തുക്കൾ. അപ്പൊ ഇത്തരത്തിലുള്ള അന്യവസ്തുക്കളെ ഡിസ്ട്രോയ് ചെയ്യാൻ, നശിപ്പിക്കാനായിട്ട്, അതായത് ഈ പുറമേ നിന്നും വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിക്കാനായിട്ട് ആർക്ക് കഴിയും? ഈ ലൈസോസോമിൽ അടങ്ങിയിരിക്കുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ് അല്ലെങ്കിൽ ഈ ദഹനരസങ്ങൾക്ക് സാധിക്കും. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ആനിമൽ സെൽസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ പ്ലാസ്റ്റിഡ് സീൻ മോർ ഇൻ ടാപ്പിയോക്ക, പൊട്ടറ്റോസ് എക്സെട്ര. കപ്പ, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ കിഴങ്ങുകളിൽ കൂടുതലായി കാണപ്പെടുന്ന ജൈവകണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കപ്പയിലും കിഴങ്ങിലും ഒക്കെ എന്താണ് നമ്മൾ പറഞ്ഞു? അത് എന്തിനാണ്? സ്റ്റോറേജ് എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ. സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ ഏത് പ്ലാസ്റ്റിഡ് ആയിരിക്കും? ഏതായിരിക്കും? ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെ? ശ്വേതകണമായിരിക്കും. നമുക്ക് എവിടെ കാണാൻ പറ്റുക? നമ്മുടെ ഈ കപ്പയിലും കിഴങ്ങിലും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. fill in the blanks suitably. ടോട്ടൽ മെറ്റീരിയൽസ് ഇൻസൈഡ് ദി സെൽ പ്രോട്ടോപ്ലാസം. അതായത് കോശത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും കൂടി ചേർന്നതാണ് ജീവദ്രവ്യം. അങ്ങനെയാണെങ്കിൽ എന്താണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം? എന്താണ്? പ്രോട്ടോപ്ലാസത്തിൽ നിന്നും നമ്മൾ ന്യൂക്ലിയസിനെ മാറ്റിക്കഴിഞ്ഞാൽ അല്ലെ? പ്രോട്ടോപ്ലാസത്തിൽ നിന്നും ന്യൂക്ലിയസിനെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് എന്ത്? സൈറ്റോപ്ലാസം. അപ്പോൾ പ്രോട്ടോപ്ലാസം എക്സ്ക്ലൂഡിങ് ദി ന്യൂക്ലിയസ് അല്ലെ? എക്സ്ക്ലൂഡിങ് ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗം. പ്രോട്ടോപ്ലാസത്തിൽ ന്യൂക്ലിയസ് ഒഴികെ ഉള്ള ആ ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുക? സൈറ്റോപ്ലാസം. അതായത് ജീവദ്രവ്യത്തിൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗം അതാണ് എന്ത്? നമ്മുടെ കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ആൻഡ് റൈറ്റ് കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. സാന്തോഫിൽ, ല്യൂക്കോപ്ലാസ്റ്റ്, ആന്തോസൈനിൻ, കെരട്ടിൻ. എന്താണ് ഈ തന്നിരിക്കുന്നതിൽ ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സവിശേഷത. അപ്പൊ ശ്രദ്ധിക്കുക, ഒറ്റപ്പെട്ടത് ഏതാണെന്ന് നോക്കി അത് എന്തുകൊണ്ടാണ് ഒറ്റപ്പെട്ടതെന്നല്ല, ഒറ്റപ്പെട്ടത് നോക്കിയിട്ട് ബാക്കിയുള്ളവരുടെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സാന്തോഫിൽ, ശ്വേതകണം, ആന്തോസൈനിൻ, കെരോട്ടിൻ. ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ടത്? ഏതാണ്? സാന്തോഫിൽ ആയിക്കോട്ടെ, ആന്തോസൈനിൻ ആയിക്കോട്ടെ, കെരോട്ടിൻ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ക്രോമോപ്ലാസ്റ്റുകളാണ് അല്ലേ? ഇതെല്ലാം ക്രോമോപ്ലാസ്റ്റിലെ പിഗ്മെന്റുകളാണ്. ഈ പറയുന്നത് നമ്മുടെ വർണ്ണകണം അല്ലെ? വർണ്ണകണത്തിലെ പിഗ്മെന്റുകളാണ്. ഏതൊക്കെ? നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 3 പേരും വർണ്ണകണത്തിൽ കാണുന്ന 3 എണ്ണം അല്ലെ? നമ്മുടെ ഈ പറയുന്ന കെരോട്ടിൻ ആയിക്കോട്ടെ, സാന്തോഫിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ആന്തോസൈനിൻ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഇതിൽ കാണുന്ന വർണ്ണകങ്ങളാണ്. നേരെ മറിച്ച് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്ലാസ്റ്റിഡ് അല്ലെ? ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. ഓഡ് വൺ എന്ന് പറയുന്നത് ശ്വേതകണമാണ്. കാരണം ബാക്കി എല്ലാവരും ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണത്തിലുള്ള പിഗ്മെന്റുകളാണ്. പിഗ്മെന്റ് അഥവാ വർണ്ണകങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈബോസോം പ്രോട്ടീൻ സിന്തസിസ്. അങ്ങനെയാണെങ്കിൽ റൈബോസോം ആണ് മാംസ നിർമ്മാണത്തിന് സഹായിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏതാണ് റൈബോസോം സിന്തസിസിന് സഹായിക്കുന്നത്? റൈബോസോം നിർമ്മാണത്തിന് സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ന്യൂക്ലിയോളസ് ആണ് അല്ലെ? ന്യൂക്ലിയോളസ് അഥവാ മർമ്മകമാണ് എന്തിനു സഹായിക്കുന്നത്? ഈ പറയുന്ന റൈബോസോമിന്റെ നിർമ്മാണം അല്ലെങ്കിൽ റൈബോസോമിന്റെ സിന്തസിസിനായിട്ട് സഹായിക്കുന്നത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
Scientists who made remarkable contributions in cell biology are given below. Who among them proposed cell theory? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. റോബർട്ട് ഹുക്ക്, റുഡോൾഫ് വിർഷോ, എം.ജെ. ഷ്ലീഡൻ, തിയഡോർ ഷ്വാൻ. ഇവരിൽ കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തി ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റോബർട്ട് ഹുക്ക്, റുഡോൾഫ് വിർഷോ, എം.ജെ. ഷ്ലീഡൻ, തിയഡോർ ഷ്വാൻ. ഇതിൽ ആരൊക്കെയാണ് മക്കളെ നമ്മുടെ സെൽ തിയറി എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കോശ സിദ്ധാന്തം പ്രപ്പോസ് ചെയ്ത് ആരൊക്കെയാണ്? നമ്മുടെ എം.ജെ. ഷ്ലീഡനും അതുപോലെ തന്നെ തിയഡോർ ഷ്വാനും അല്ലെ, മാത്യാസ് ജേക്കബ് ഷ്ലീഡനും തിയഡോർ ഷ്വാനും കൂടി ചേർന്നിട്ടാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ട് 3ഉം 4ഉം ആണ് റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ അല്ലെ, ഓപ്ഷൻ ബി. അതായത് തിയഡോർ ഷ്വാനും എം.ജെ. ഷ്ലീഡനും രണ്ടുപേരും ചേർന്നാണ് കോശ സിദ്ധാന്തം എന്ത് ചെയ്തത്? രൂപപ്പെടുത്തിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. certain parts of a cell are given below. choose suitable parts to complete the table. നമുക്ക് കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്, അതനുസരിച്ച് ആ ടേബിൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സെൽ വാൾ, ന്യൂക്ലിയസ്, ലൈസോസോം, സെൽ മെംബ്രെയിൻ, സെൻട്രോസോം, വാക്യൂൾ. ഏതാണ്? ഇത്ര എണ്ണം തന്നിട്ട് ഇതിൽ നമ്മൾ എഴുതേണ്ട എന്താണ്? സീൻ ഓൺലി ഇൻ പ്ലാന്റ് സെൽസ്, സീൻ ഓൺലി ഇൻ ആനിമൽ സെൽസ്. പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്നത് ആരൊക്കെയാണ്? ഇതിൽ ആനിമൽ സെല്ലിൽ മാത്രം കാണുന്നത് ആരൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആരൊക്കെയാണ് നമുക്ക് പ്ലാന്റ് സെല്ലിൽ മാത്രം കാണാൻ പറ്റുന്നത്? സെൽ വാൾ, ന്യൂക്ലിയസ്, ലൈസോസോം, സെൽ മെംബ്രെയിൻ, സെൻട്രോസോം, വാക്യൂൾ. ഇതിൽ നമ്മൾ പറയുന്നു സെൽ വാളും അതുപോലെ തന്നെ വാക്യൂളും ഇത് രണ്ടും എവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? നമുക്ക് പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. സെൽ വാളും അതുപോലെ തന്നെ വാക്യൂൾ. ഇനി ആനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്നത് ആരൊക്കെയാണ്? ന്യൂക്ലിയസ്, ലൈസോസോം, സെൽ മെംബ്രെയിൻ, സെൻട്രോസോം. ഇതിൽ ലൈസോസോമും അതുപോലെ തന്നെ സെൻട്രോസോമും ഈ രണ്ടെണ്ണം നമുക്ക് എവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? നമ്മുടെ ആനിമൽ സെല്ലിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, സെൻട്രോസോം. ബാക്കി ന്യൂക്ലിയസ് ആയിക്കോട്ടെ, സെൽ മെംബ്രെയിൻ ആയിക്കോട്ടെ, ഇത് നമുക്ക് രണ്ടിലും ആനിമൽ സെല്ലിലും കാണാം, പ്ലാന്റ് സെല്ലിലും കാണാം. യെസ്, അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇങ്ങോട്ട് എടുത്തെഴുതാം. കോശഭിത്തി അല്ലെ, കോശഭിത്തിയും അതുപോലെ തന്നെ നമ്മുടെ ഫേനം, വാക്യൂൾ, ഇത് രണ്ടും പ്ലാന്റ് സെല്ലിൽ സസ്യകോശത്തിൽ മാത്രം കാണുന്നു. ഇനി ലൈസോസോം അല്ലെ, ലൈസോസോം അതുപോലെ തന്നെ സെൻട്രോസോം എന്നിവ നമുക്ക് എവിടെ മാത്രമേ കാണാൻ പറ്റൂ? ആനിമൽ സെല്ലിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വെൻ മാംഗോ റൈപ്പൻസ് ഇറ്റ്സ് കളർ ചേഞ്ചസ് ടു യെല്ലോ, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവന വിശകലനം ചെയ്ത് കാരണം എഴുതണം. ഫലങ്ങൾ പാകമാകുമ്പോൾ അവയുടെ നിറം മാറുന്നു. ഇതിന്റെ ഉത്തരം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മക്കളെ, ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാം ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓൾ ദി ബെസ്റ്റ്, ബൈ.